ഹായ് ഓൾ, നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഡ്രാമ തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് തടിക്കഷ്ണങ്ങൾക്ക് മുകളിൽ കിടക്കുന്ന ഒരു ബോഡി കാണിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒക്ടോബസിനെയൊക്കെ പിടിക്കുവാനായിട്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഈ ഒരു ബോഡി കാണിക്കുകയാണ്. അതിനുശേഷം ആ ബോഡിയിലുണ്ടായിരുന്ന വാച്ചൊക്കെ അയാളും കൈക്കലാക്കുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം കോടതിയിലെ വാദമൊക്കെ കേൾക്കുന്ന ഒരു സീനിലേക്കാണ് കടക്കുന്നത്. അവിടെ ഇൽഡോ എന്നൊരു വ്യക്തിയൊക്കെ ഉണ്ട്. ആ വ്യക്തിയാകട്ടെ ഡേസൺ ഗ്രൂപ്പ് എന്ന ഒരു സ്ഥാപനത്തേക്ക് പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഡേസൺ ഗ്രൂപ്പിലെ എനർജി പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോടതി വരെയൊക്കെ കാര്യങ്ങളും എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആ കോടതിയിലിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അവന്റെ പേരാണ് ഡോങ്ചു. ഫസ്റ്റ് സീനിൽ നമ്മൾ ഒരു വാച്ചൊക്കെ ധരിച്ച വ്യക്തിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അയാളുടെ കയ്യിലുണ്ടായിരുന്ന അതേ വാച്ചൊക്കെയാണ് ഇവിടെ ഡോങ്ചുവും ധരിച്ചിട്ടുള്ളത്. കോടതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡോങ്ചുയുടെ കോൾ വഴി ഒരു വ്യക്തി കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയാണ് ജാങ്സൺ. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ജാങ്സൺ ആയിരിക്കും. അങ്ങനെ ഇരിക്കെ ജാങ്സണും എല്ലാം തന്നെ നിർത്തുവാനായിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെയാണ് ഡോങ്ചുൻ അയക്കുന്നതും. കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു അസംബ്ലിമാനെ നോക്കിയിട്ട് ഡോങ്ചുവും എന്തോ ഒന്ന് ചെയ്യുവാനായിട്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് തലേദിവസം ഡോങ്ചു ഈ ഒരു അസംബ്ലിമാനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ വീട്ടിലെ പെറ്റായിട്ടുള്ള ടൈഗർ എന്ന ക്യാറ്റിനെയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അവൻ ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. അങ്ങനത്തെ വീടിനുള്ളിലേക്ക് കടന്നതിന് ശേഷം അയാൾക്ക് 2 പെട്ടി US$ ഒക്കെ അവനും വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല അതിന് പകരമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഹിയറിംഗ് ഒക്കെ മാറ്റിവെക്കണമെന്നാണ് അവനും പറയുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാനായിട്ട് തയ്യാറാണെന്ന് അസംബ്ലിമാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന അസംബ്ലിമാന്റെ സെക്രട്ടറിയും ഡോങ്ചുനെ മൊത്തത്തിലൊന്ന് പരിശോധിച്ച് നോക്കണമെന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഡോങ്ചും അതിനെ സമ്മതിക്കാതെയൊക്കെ ആക്കുമ്പോഴത്തേക്കും ആ അസിസ്റ്റന്റും ഡോങ്ചുനെ തല്ലിയതിനു ശേഷം അവനെയും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ അവന്റെ കയ്യിൽ നിന്നും ഒരു ഹിഡൻ ക്യാമറയൊക്കെ അവർക്കും കിട്ടുന്നു. ഇപ്പോൾ ഡോങ്ചു തന്നെ പറ്റിക്കുവാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അസംബ്ലിമാനും പണം തിരിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാക്കാതെയും അതുപോലെ തന്നെ ഡോങ്ചു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാതെയും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു നേരമൊക്കെ അസംബ്ലിമാനോട് ഒറ്റയ്ക്കൊക്കെ സംസാരിക്കുവാനായിട്ട് ഡോങ്ചുവും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സോ അസിസ്റ്റന്റ് അവിടെ നിന്നും പോയി കഴിയുമ്പോഴത്തേക്കും ഞാനും നിനക്ക് പണം നൽകിയെന്നതിന്റെ രേഖയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീയും അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ പണം വാങ്ങിയെന്ന് തെളിയിക്കുന്ന രീതിക്ക് ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അസംബ്ലിമാന്റെ അടുത്ത് അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും അസംബ്ലിമാനും അതിന് തയ്യാറാക്കാതൊക്കെ വരുമ്പോഴത്തേക്കും അവനും അസംബ്ലിമാനിട്ട് തല്ലുന്നു. കൂടാതെ ഡോങ്ചുവും അസംബ്ലിമാന്റെ പെറ്റായിട്ടുണ്ടായിരുന്ന ടൈഗറിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മണിക്ക് അവനെയും കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു മണിയുടെ ഉള്ളില് അവനും ഒരു ഹിഡൻ ക്യാമറയൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന എല്ലാ സംഭാഷണങ്ങളും അതുപോലെ തന്നെ പണം കൊടുത്തതിന്റെയും എല്ലാ രേഖകളും ഇപ്പോൾ അവന്റെ കയ്യിൽ തന്നെയുണ്ട്. അതുകൂടാതെ പണം കൈപ്പറ്റിയെന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിൽ കൂടി ആ അസംബ്ലിമാനെ കൊണ്ട് ഡോങ്ചുവും സൈൻ ചെയ്യിക്കുന്നു. ഇനി കോടതിയിലൊക്കെ ഇരിക്കെ ഡോങ്ചുവും കയ്യിലുണ്ടായിരുന്ന മണിക്ക് ആ ഒരു അസംബ്ലിമാനെ എടുത്തു കാണിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അയാളും കോടതിയിൽ വെറുതെ ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അയാളും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്തേക്ക് ഹിയറിംഗ് മാറ്റിവെക്കപ്പെടുന്നു. ഡോങ്ചു കാരണമാണല്ലോ ഇപ്പോൾ കോടതിയിലെ ഹിയറിംഗ് ഒക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജാങ്സണും ഡോങ്ചുനും ഒരുപാട് അഭിനന്ദിക്കുന്നൊക്കെയുണ്ട്. അത് കൂടാതെ കോടതിയിലെ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായതിനു പിന്നിൽ ഡോങ്ചു ആയിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഈഡുവും ഡോങ്ചുന്റെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈഡു വീട്ടിലേക്കൊക്കെ എത്തുന്നു. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഈഡു വളരെ നല്ല രീതിക്കായിരുന്നു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ ചായയുടെ മക്കളും അതുപോലെ തന്നെ ഈഡുവിന്റെ വൈഫുമായിട്ടുള്ള ഡോക്കിയും അച്ഛൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്ന മദ്യക്കുപ്പിയൊക്കെ അവനെയും കാണിച്ചു കൊടുക്കുന്നു. ഡോങ്ചു ഇപ്പോൾ ചെയർമാൻ ചായനെ കാണുവാനായിട്ട് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ സേഫില് സോജു ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അവനും അതെല്ലാം തന്നെ എടുത്തിട്ട് അപ്പോൾ റൂമിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത് ചെയർമാൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കോടതിയിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഈടുവാണെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. ചെയർമാൻ ചായയുടെ ലോക്കറിന്റെ പാസ്കോഡ് പോലും ഡോങ്ചുവിന് അറിയാം. മാത്രല്ല അതിന്റെ അകത്ത് സോജു ആണ് ഉള്ളതെന്നും അറിയാം. ചെയർമാൻ ചായും അങ്ങനെ മദ്യപിക്കുന്ന സമയത്ത് ഒരിക്കലും ഈഡുവിന് കമ്പനി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഡോങ്ചുൻ അങ്ങനെ കമ്പനി കൊടുക്കാറുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും കുറച്ചൊക്കെ നിരാശയൊക്കെ തോന്നിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കൂടി കാണിക്കുന്നു. ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനില് ഡോങ്ചു ചെയർമാൻ ചായനെ കാണുവാനായിട്ട് വീട്ടിലേക്കൊക്കെ എത്തുന്നത് ഈഡവും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അവൻ എത്തിയതിനു ശേഷമായിരുന്നു ഇതുപോലെ എനർജി പ്രൊജക്ടിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്ന കാര്യം പോലും ഈഡവും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുവാനായിട്ടാണ് ചെയർമാൻ ചാ
ഡോങ്ചുനെ വിളിപ്പിച്ചതെന്ന കാര്യമെല്ലാം തന്നെ ഈടവും മനസ്സിലാക്കുന്നു. പക്ഷെ ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെയർമാൻ ച തന്നെ വിളിക്കുന്നതിന് മുമ്പായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഡോങ്ചുനെ ആണെന്നുള്ള കാര്യമെല്ലാം തന്നെ ഇപ്പോൾ ഈടവും വൈഫും മനസ്സിലാക്കുകയാണ്. ചെയർമാൻ ച ഡോങ്ചുവിന്റെ ഈടുവിന്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്നു. ഈ ഒരു സമയത്താണ് ചെയർമാൻ ചായയുടെ മകൾ അവിടേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല, അങ്ങനെ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഡോങ്ചുവിനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കുവാനായിട്ടും ശ്രമിക്കുന്നു. എന്നെ ജാങ്സൺ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈ ഒരു സമയത്ത് ഈഡും ചെയർമാൻ ചായയുടെ അടുത്തായിട്ട് പറയുകയാണ്. ശരിക്കും ഈ ഒരു ജാങ്സൺ സാധാരണയായിട്ട് ഡോങ്ചുനെയാണ് കോണ്ടാക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈഡോനെ കോണ്ടാക്ട് ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ചെയർമാൻ ചായക്കും അതിശയമൊക്കെ തോന്നുന്നു. മാത്രമല്ല, കുറെ നേരം ഡോങ്ചു പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അധികം വായിക്കാതെ തന്നെ ചെയർമാൻ ചാ തന്നെ അകത്തേക്ക് വിളിപ്പിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചെയർമാൻ ചാ പിന്നീട് അവനോട് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവാനായിട്ടാണ് അവനെയും അറിയിക്കുന്നത്. അടുത്ത ദിവസം അവൻ ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു എംപ്ലോയിനെയൊക്കെ ഡോങ്ചുനും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവളുടെ പേരാണ് ഉൺ നാം. ചെയർമാൻ ചാ വിളിപ്പിച്ചത് പ്രകാരം ഇപ്പോൾ ഡോങ്ചുവും ഓഫീസിനകത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ ചങ്സൺ ഇരിക്കുന്ന കാര്യമൊക്കെ അവനും ശ്രദ്ധിക്കുന്നത്. അത് കൂടാതെ ചെയർമാൻ ചായും ഈടും അവിടെ ഉണ്ട്. സോ അവനും അകത്തേക്കൊക്കെ കയറി ചെന്ന് അവരുടെ ഒപ്പമൊക്കെ ഇരിക്കുന്നു. ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുവാനായിട്ടുണ്ട് എന്ന് ജങ്സൺ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് റൂമൊക്കെ ഡോങ്ചുവും കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ഇവർ 4 പേരും കൂടി അതിന്റെ അകത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ചെയർമാൻ ചായയുടെയാണ് ഡൈസൺ കെമിക്കൽ, അതുപോലെ തന്നെ ജാങ്സണിന്റേതാണ് യൂസോങ് കെമിക്കൽ. സോ ഈ 2 കമ്പനീസ് മെർജ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോകാലോ എന്ന രീതിക്കുള്ള ഒരു ചർച്ചയൊക്കെയാണ് അകത്ത് നടക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് യോമന് ഒരു കോളൊക്കെ വരികയാണ്. അതിനുശേഷം അവനും 2 കമ്പനിയും ഒന്നിച്ച് നടത്താമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നു. ഡോങ്ചു വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് ഒക്കെ നോക്കിയിരിക്കുന്നു. ആ ഒരു പെയിന്റിംഗ് ഉണ്ണാമായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. മാത്രല്ല, ആ ഒരു പെയിന്റിംഗ് ഒക്കെ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവനും അവളെ കിസ് ചെയ്യുന്നു. അവർക്കൊരു ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. സാലറി ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും 2 പേരും അവരുടെ ഷെയർ ഒക്കെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇരിക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് അത് അവൾ കൊടുത്തതാണ്. അത് ഫേക്ക് ആയിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വെള്ളമൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഒരു കംപ്ലൈന്റും ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല എന്ന കാര്യമൊക്കെ അവനും അവളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് ഡോങ്ചുന് ഒരു കോളൊക്കെ വരുന്നു. കോള് വന്നിട്ടുണ്ടായിരുന്നത് അവന്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ചീഫിന്റെ അടുത്തു നിന്നുമായിരുന്നു. ആ കോളിൽ പറയുന്നത് ചെയർമാൻ ചായയുടെ ഗ്രാൻഡ് ഡോട്ടർ യുഎസിൽ നിന്നും വിവാഹത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്ന രീതിക്കാണ്. സോ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വേണം ചെയ്ത് കൊടുക്കുവാനെന്നൊക്കെ സീനിയർ പറയുമ്പോഴത്തേക്കും അവനും അതിനെല്ലാം തന്നെ സമ്മതിക്കുന്നു. നിനക്കും ഡേസൺ ഗ്രൂപ്പിൽ നല്ലൊരു സ്ഥാനമൊക്കെ കിട്ടുവാനായിട്ട് ചെയർമാന്റെ ഗ്രാൻഡ് ഡോട്ടറിനൊക്കെ വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമില്ലായിരുന്നോ? എങ്കിൽ പോലും അതൊന്നും തന്നെ സാധിക്കാതെ വന്നതിൽ നിനക്ക് കുറ്റബോധമുണ്ടോ എന്ന രീതിക്കെല്ലാം തന്നെ സീനിയർ ഡോങ്ചുന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഡോങ്ചും അതിന് മറുപടി പറയാതെയൊക്കെ ഇരിക്കുന്നു. സോ ചെയർമാന്റെ ഗ്രാൻഡ് ഡോട്ടറിന്റെ വിവാഹമൊക്കെ വരുവാനായിട്ട് പോവുകയാണെന്നും ആ ഒരു വിവാഹമൊക്കെ എനിക്ക് നടത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുമെല്ലാം തന്നെ ഡോങ്ചു ഉണ്ണാമിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും നീയും ശരിക്കും ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനായിട്ട് യുഎസിലേക്കൊക്കെ പോകുവാനായിട്ട് നിന്നതല്ലേ, പിന്നെ നീ എന്തുകൊണ്ടാണ് അവളെ കാണുവാനായിട്ട് നിൽക്കാതിരുന്നതെന്നുള്ള രീതിക്ക് ഒന്നാം ചോദിക്കുമ്പോഴത്തേക്കും അതിനു മുമ്പായിട്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു, നിന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയർമാൻ ചായയുടെ ഗ്രാൻഡ് ഡോട്ടറിനെ കാണുവാനായിട്ട് ഒന്നും തന്നെ യുഎസിലേക്ക് പോകാതിരുന്നെന്നുള്ള ഒരു മറുപടിയൊക്കെ ഡോങ് ചൂവും പറയുന്നു. ഈ ഒരു മറുപടി പലതവണ അവൻ തന്നെ ഉണ്ണാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും കേൾക്കുന്നത് അവൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഡോങ്ചുനെ കാണുവാനായിട്ട് ഗുഹി എത്തിക്കുകയാണ്. ഗുഹി എന്ന് പറയുന്നത് ചെയർമാൻ ചായുടെ 2-മത്തെ മകളാണ്. ഡോങ്ചുൻ ഇനിയും ഡേസൺ ഗ്രൂപ്പിലൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പമൊക്കെ നിൽക്കണമെന്ന രീതിക്കാണ് അവളും പറയുന്നത്. എങ്കിൽ പോലും ചെയർമാന്റെ വിശ്വസ്തനായിട്ട് ഇരിക്കുവാനായിട്ടായിരുന്നു അവനും ആഗ്രഹിച്ചത്. ആ ഒരു സംഭവത്തിന് ശേഷം ചെയർമാൻ ചായനെ ഡോങ്ചു വന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ചെയർമാൻ ചായക്കും ഈഡോനെ അടുത്ത വൈസ് ചെയർമാൻ ആക്കിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ട് എന്നൊക്കെ അവരുടെ അടുത്തും തുറന്നു പറയുന്നത്. പക്ഷെ ഡോങ്ചുൻ അത് കേൾക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ സന്തോഷം തോന്നുന്നില്ല. അത് കൂടാതെ അങ്ങനെ വൈസ് ചെയർമാനൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ബോർഡ് മെമ്പേഴ്സിന്റെ അഭിപ്രായമൊക്കെ അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അറിയുവാനായിട്ട് ഡോങ്ചുനെയാണ് അയാളും ചുമതലപ്പെടുത്തുന്നത്. പിന്നീട് ഡോങ്ചുവും നേരെ ഹെലിപ്പാഡിലൊക്കെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈഡുവിനെ ചെന്ന് കണ്ടിട്ട് ഹെലികോപ്റ്ററിൽ അവനെയും കൂടി കൂട്ടണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ ഈഡുവിന് അതിന് വലിയ താല്പര്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിന്നെ വൈസ് ചെയർമാൻ ആക്കുവാനായിട്ടൊക്കെ ചെയർമാനും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിന്റെ ഒപ്പം വന്നിട്ട് നിനക്ക് അനുകൂലമായിട്ടൊക്കെ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നിന്നെ വൈസ് ചെയർമാനൊക്കെ ആക്കുകയുള്ളൂ. അതുകൊണ്ടായിരുന്നു ഞാനും നിന്റെ കൂടെ വരുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ
ഡോങ് ചുവും തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈഡും അവനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസം അവർ രണ്ടുപേരും കൂടി പല പല ഇടത്തേക്കൊക്കെ ആയിട്ട് പോയതിനു ശേഷം ഇപ്പോൾ ഡോങ് ചുവും തിരിച്ച് ഓഫീസിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവനും നടന്നു വരുമ്പോഴത്തേക്കുമായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഉണ്ണാമിനെ അവനും കാണുന്നത്. പിന്നെ അവരും കിസ് ചെയ്തൊക്കെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവന് വീണ്ടും ഒരു കോൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണാമിനെ തനിച്ചാക്കി അവനും പോവുകയാണ്. പക്ഷെ ഉണ്ണാമിന് കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഡോങ്ചു പോയിട്ടുണ്ടായിരുന്നത് സീനിയറിന്റെ അടുത്തേക്കൊക്കെ ആയിരുന്നു. ഡോങ്ചുനെ പോലെ തന്നെ സീനിയർക്കും ഈഡുവിനെ അടുത്ത് വൈസ് ചെയർമാൻ ആക്കുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഡോങ്ചു ഒരു പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുന്നു. അതായത് ഡോങ്ചു സീനിയറിനെ ഡേയ്സൺ എനർജിയുടെ പ്രസിഡന്റ് ആയിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യാം. അതേസമയം സീനിയർ ഡോങ്ചുവിനെ കെമിക്കൽ സെക്ടറിന്റെ ഹെഡ് ആയിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് നിൽക്കാമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും സീനിയറും അതിനോട് യോജിക്കുന്നു. ഡോങ് ചു ഇപ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങി വന്നിരിക്കുകയാണ്. ഡോങ് ചു ഉണ്ണാമും കൂടി ചേർന്നിട്ട് ബട്ടബിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഡോങ്ചുന്റെ കയ്യില് ഉണ്ണാമിന്റെ പേരൊക്കെ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് അവളും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നീയും എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെ അവന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് തമാശയായിട്ട് നീ അങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോയി മറ്റൊരാളെ വിവാഹമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാനും മറ്റൊരു പെൺകുട്ടിയുടെ കൈയും പിടിച്ച് നിന്റെ മുമ്പിലൂടെ വരുന്നതായിരിക്കും. അങ്ങനെ ഞാനും പ്രതികാരമൊക്കെ ചെയ്യുമെന്നൊക്കെ അവനും പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ണാമിന് വിഷമം തോന്നുന്നു. പക്ഷെ ഉണ്ണാം വിഷമിക്കാതിരിക്കുവാനായിട്ട് ഞാൻ വെറുതെ ഒരു തമാശയൊക്കെ പറഞ്ഞതാണ്. നീ എങ്ങാനും എന്നെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കുന്നതായിരിക്കുകയില്ല. ഞാനും നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്നൊക്കെ അവനും പറയുന്നു. പിന്നീട് അവരും കിസ് ചെയ്യുന്നു. ഡോങ്ചിയുടെ മുടിയൊക്കെ വളരെയധികം നനഞ്ഞായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണാമും അവന്റെ മുടിയൊക്കെ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കും ഒരു കോൾ വരികയാണ്. സോ അവളും റൂമിനകത്ത് പോയി ഫോൺ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഡോങ്ചുവും ഫ്രിഡ്ജിലുണ്ടായിരുന്ന ബ്രെഡൊക്കെ എടുക്കുകയാണ്. മാത്രമല്ല ഒന്നാം ഫോണിൽ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നതും. പിന്നീട് അവളും റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോഴത്തേക്കും നിലത്ത് കിടക്കുന്ന ഡോങ്ചുവിനായിരുന്നു അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. സാൻഡ്വിച്ചിന്റെ ഒരു ഭാഗമൊക്കെ അവൻ കഴിച്ചതുകൊണ്ട് തന്നെ അവനും ഇപ്പോൾ അലർജി വന്നിരിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ അവളും അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നു. ഈ ഒരു സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഡോങ്ചും അതുപോലെ തന്നെ ഉണ്ണാമും എങ്ങനെയാണ് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ കാണിക്കുന്നു. ചെയർമാൻ ചായയുടെ കൊച്ചുമോളെയൊക്കെ കണ്ടെത്തി സ്നേഹിക്കുക എന്ന ഒരു രീതിക്കൊക്കെയാണ് ഇപ്പോൾ ഡോങ്ചു തീരുമാനിച്ചിട്ടുള്ളത്. സീനിയറും അതിനോട് യോജിച്ചൊക്കെ നിൽക്കുന്നു. സോ ചെയർമാൻ ചായയുടെ കൊച്ചുമോളുള്ളത് ന്യൂയോർക്കിലാണ്. അവിടെ ജെനിഫർ എന്ന പേരിലാണ് അവളും താമസിച്ചു വരുന്നത്. എന്തായാലും നീ അവളെ എത്രയും വേഗം കണ്ടെത്തി അവളെ പ്രണയിച്ചോണമെന്നൊക്കെ സീനിയറും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് അകലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടീനെയൊക്കെ ഡോങ്ചുവും ശ്രദ്ധിക്കുന്നു. ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഉണ്ണാം. അവളാകട്ടെ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു വീഡിയോ ഒരാൾ വയലിനൊക്കെ വായിക്കുന്നതായിരുന്നു. അതിൽ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന അവളും ചുറ്റും ആൾക്കാരുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്ന് വയലിൻ വായിക്കുന്നതായിട്ടൊക്കെ ആക്ഷൻ കാണിക്കുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ശരിക്കും ഉണ്ണാമിന്റെ അടുത്ത് ഡോങ്ചുനും ഒരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവളും ചെറുതായിട്ടൊന്ന് തിരിഞ്ഞൊക്കെ നോക്കുമ്പോഴത്തേക്കുമാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഡോങ്ചു അവളെ ശ്രദ്ധിക്കുന്നതൊക്കെ അവളുടെ ശ്രദ്ധയിലും പെടുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഒരു ദിവസം അവളും അവനെ അന്വേഷിച്ചൊക്കെ എത്തുന്നു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ചെയർമാനും കുറച്ച് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളും അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് ചെയർമാന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിൽ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു എറേഴ്സ് എല്ലാം തന്നെ ഡോങ്ചു കണ്ടെത്തി ചെയർമാനെ അറിയിച്ചു. സോ ചെയർമാനും അതുമായി ബന്ധപ്പെട്ട് അവളെ വഴക്കൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സോ ഡോങ്ചു കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവളും വളരെയധികം ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഡോങ്ചു അവളുടെ അടുത്ത് നമുക്കൊന്ന് ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് പോയാലോ എന്ന് ചോദിക്കുന്നു. എന്തായാലും അവളും അതിനൊക്കെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഇനി ഇതുപോലെ എറേഴ്സ് ഒന്നും വരാതിരിക്കുവാനായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നൊക്കെ ഞാനും നിനക്ക് പഠിപ്പിച്ച് തരാമെന്നൊക്കെ അവനും പറയുന്നു. അങ്ങനെ അവരും കൂടുതൽ അടുക്കുന്നു. ഈ ഒരു സമയത്ത് സീനിയറിന്റെ അടുത്ത് നിന്ന് ഡോങ്ചുന് കോൾ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ന്യൂയോർക്കിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഞാനും ഇവിടെ തന്നെ നിൽക്കുവാനായിട്ട് പോവുകയാണ്. മാത്രമല്ല ഞാനും എന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഡോങ്ചും സീനിയറിനെ അറിയിക്കുന്നുണ്ട്. അതായത് ചെയർമാൻ ചായയുടെ കൊച്ചുമോളെ വിവാഹം കഴിക്കാതെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഉണ്ണാമിനെ തന്നെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുവാനായിട്ടായിരുന്നു അവനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ അവിടെ ഇങ്ങോട്ട് കട്ടായതിനു ശേഷം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോങ്ചു കണ്ണൊക്കെ തുറന്നിരിക്കുന്നു.
നേരത്തെ ഡോങ്ചു സാൻഡ്വിച്ച് ഉണ്ടാക്കുവാനായിട്ട് എടുത്ത ബ്രെഡില് കറുവപ്പട്ടയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനും ഇതുപോലെ അലർജിയൊക്കെ വന്നതും. എന്തായാലും ഇതെല്ലാം തന്നെ എന്റെ തെറ്റാണ്. ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ അല്ലല്ലോ സംഭവിച്ചെന്ന് പറഞ്ഞ് ഉണ്ണമ്മ സ്വയം കുറ്റപ്പെടുത്തിയിരിക്കുന്നു. എങ്കിൽ പോലും അതൊന്നും തന്നെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡോങ്ചുവും ഉള്ളത്. പിന്നീട് അവരും രാത്രി വളരെയധികം ഇന്റിമേറ്റ് ആവുന്നു. പിറ്റേ ദിവസം രാവിലെ ചെയർമാൻ ചായയുടെ സെക്രട്ടറിയുടെ അടുത്തു നിന്നുമുള്ള ഒരു കോളൊക്കെ കേട്ടിട്ടാണ് ഡോങ് ചൂം എണീക്കുന്നത്. അതായത് ജെനിഫറിന്റെ വിവാഹത്തിന് അവൻ കൂടി പങ്കെടുക്കണമെന്നൊക്കെയാണ് ചെയർമാൻ ചായയുടെ ആഗ്രഹം. സോ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന അവനും പോകുവാനായിട്ടൊക്കെ റെഡിയാകുന്നു. എങ്കിൽ പോലും അവൻ വീട്ടിൽ എല്ലായിടത്തും ഉണ്ണാമിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവനും ഒരു ബോക്സ് ഒക്കെ എടുക്കുന്നു. ആ ഒരു ബോക്സിനുള്ളില് കപ്പിൾ റിംഗ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രല്ല ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കുവാനായിട്ട് പോകാം. ഞാനും റിസർവേഷൻ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉണ്ണാമിന്റെ അടുത്ത് അവൻ മെസ്സേജ് അയക്കുന്നു. ഇതെല്ലാം തന്നെ അവളും മറ്റൊരിടത്ത് നിന്നുകൊണ്ട് കാണിക്കുകയാണ്. ഇനി ഡോങ്ചു വിവാഹമൊക്കെ നടക്കുന്ന സ്ഥലത്ത് എത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടെ വെച്ച് അവനും ഒരാളെ കണ്ടുമുട്ടുന്നു. ആ ഒരാളുടെ പേരാണ് ചോൾ. ചോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ജാങ്സൺ ഉണ്ടല്ലോ, ആ ജാങ്സന്റെ അനന്തരവനാണ്. അത് കൂടാതെ നമ്മുടെ ഈ ഒരു ഡോങ്ചുന്റെ കൂടെ സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചതുമാണ്. പക്ഷെ അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ നേരിട്ട് കാണുന്ന സമയത്തും വെറുതെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ അവനും പഠിച്ചൊരു പ്രോസിക്യൂട്ടർ ഒക്കെ ആയിരിക്കുന്നു എന്നൊക്കെ തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഡോങ് ചുനും അത് അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യം ഒന്നും തന്നെ ആയിരുന്നില്ല. പിന്നെ അവനും എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്ന് ഡോങ്ചു ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഈ ഒരു പെൺകുട്ടീനെ, അതായത് ജെനിഫറിനെ വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നത് ഞാനാണെന്നൊക്കെ ചോളും പറയുന്നത്. അതായത് ചോൾ ഒരു പ്രോസിക്യൂട്ടർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിക്ക് ഒരു പ്രോസിക്യൂട്ടറിന്റെ സഹായമൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ഈ ഒരു വിവാഹം പോലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതും. നീയും ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണെങ്കിൽ ഞാനും നിന്നെ ഒന്നും തന്നെ ചെയ്യിക്കുകയില്ല. അതേസമയം ഞാൻ പറയുന്നത് കേൾക്കുകയില്ല എങ്കിൽ ഞാനും നിന്നെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കുന്നു പോലും ചോൾ പറയുമ്പോഴത്തേക്കും ഡോങ്ചുനും അതൊട്ടും തന്നെ ഇഷ്ടപ്പെടാതെ അവനെയും തല്ലുന്നു. എന്തായാലും ഇപ്പോൾ വിവാഹമൊക്കെ നടക്കുവാനായിട്ട് പോവുകയാണ്. ഡോങ്ചുവും തയ്യാറായൊക്കെ നിൽക്കുന്നു. ഈ ഒരു സമയത്ത് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് എത്തുന്നത് ചോൾ ആണെങ്കിൽ പോലും രണ്ടാമതായിട്ട് ജെനിഫറും എത്തിക്കുകയാണ്. അങ്ങനെ ജെനിഫറിന്റെ ഫേസ് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കുമായിരുന്നു ചെയർമാൻ ചായുടെ കൊച്ചുമോളായിട്ടുണ്ടായിരുന്ന ജെനിഫർ അത് അവൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഉണ്ണാം തന്നെ ആണെന്നുള്ള സത്യമെല്ലാം തന്നെ അവനും മനസ്സിലാക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ തകർന്നിരുന്നിട്ടുണ്ടായിരുന്ന അവനും അവളുടെ അടുത്തേക്ക് നടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും കുറെ സെക്യൂരിറ്റീസ് ഒക്കെ തന്നെ വന്നിട്ട് അവനെയും പിടിച്ചു മാറ്റുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.